നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. ഓണാഘോഷമൊക്കെ തന്നെ തകൃതിയായി നടക്കുന്നുണ്ടെന്ന വിവരം ലഭിക്കുന്നുണ്ട്. പ്രവാസികൾ ഇന്നൊരു കമന്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഓണവും വിഷുവും എന്തായിക്കോട്ടെ, ഞങ്ങൾക്ക് ലുലു വിട്ടൊരു കളിയില്ല എന്നത് പറയുന്നുണ്ടായിരുന്നു. കാരണം ലുലുവിലൊക്കെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ അവധിയും ഒക്കെ വരുന്നുണ്ട്, കുറേ പേര് നാട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓണത്തിന്റെ ആവേശമാണ് പ്രവാസ ലോകത്തും നമ്മുടെ നാട്ടിലും. പക്ഷെ എന്നിരുന്നാലും ചില വാർത്തകൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യമേ നമുക്ക് ചില വാർത്തകളിലേക്ക് കടക്കാം. സഹപ്രവർത്തകയിൽ നിന്ന് നിരന്തരം കണ്ണുരുട്ടലും അവഹേളനവും കുറ്റപ്പെടുത്തലും നേരിട്ട ഡെന്റൽ നഴ്സിന് 25,254 പൗണ്ട്, ഏകദേശം 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് തൊഴിൽ ട്രൈബ്യൂണൽ വിധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ദന്ത ഡോക്ടറായ ജിസ്ന ഇക്ബാലും 64-കാരിയായ മോറിൻ ഹോവിസണും തമ്മിലുള്ള തർക്കത്തിലാണ് നിർണായക വിധി വന്നത്. ലണ്ടനിൽ എഡിൻബർഗിലെ ഗ്രേറ്റ് ജംഗ്ഷൻ ഡെന്റൽ കേന്ദ്രത്തിലാണ് സംഭവം. 40 വർഷത്തിലേറെ പരിചയസമ്പത്തുള്ള നഴ്സ് മോറിൻ ഹോവിഡസിനാണ് നഷ്ടപരിഹാരം ലഭിച്ചത്. ഡെന്റൽ തെറാപ്പിസ്റ്റായ ജിസ്ന പലപ്പോഴും തന്നെ ജോലിസ്ഥലത്ത് വെച്ച് തുറച്ചു നോക്കുകയും കണ്ണുരുട്ടുകയും അനാദരവ് കാണിക്കുകയും അവഹേളിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് നഴ്സ് അവകാശപ്പെട്ടത്. ഡെന്റൽ നഴ്സായ മോറിൻ ഹോവിസണും ഡെന്റൽ തെറാപ്പിസ്റ്റായ ജിസ്ന ഇക്ബാലും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച രേഖകളും തെളിവുകളും ട്രൈബ്യൂണലിൽ ഹാജരാക്കി. ഇന്ത്യയിൽ യോഗ്യതയുള്ള ദന്ത ഡോക്ടറായിരുന്നു എങ്കിലും UK-യിൽ പ്രാക്ടീസ് ചെയ്യാൻ ഇതുവരെ യോഗ്യത നേടിയിട്ടില്ലാത്ത ജീവനക്കാരിയാണ് ജിസ്ന. ക്ലിനിക്കിൽ മോറിൻ വർഷങ്ങളായി ചെയ്തു വന്നിരുന്ന റിസപ്ഷനിസ്റ്റ് ജോലികൾ ജിസ്നയ്ക്ക് ചെയ്യേണ്ടി വന്നു. 2024 സെപ്റ്റംബറിൽ മോറിൻ ജോലിസ്ഥലത്ത് കരഞ്ഞതോടെയാണ് പ്രശ്നം വഷളായത്. അതേസമയം മോറിന്റെ ആരോപണങ്ങൾ ജിസ്ന നിഷേധിച്ചുവെങ്കിലും വിധി മോറിന് അനുകൂലമാകുകയായിരുന്നു. ഒറ്റപ്പെടുത്തലും ഭീഷണിപ്പെടുത്തലിനും നഴ്സ് ഇരയായി എന്ന് കോടതി കണ്ടെത്തി. ജോലിസ്ഥലത്തെ ഇത്തരം പ്രവർത്തികൾ ഭീഷണിപ്പെടുത്തലായി കണക്കാക്കാമെന്നും ഇത്തരം പെരുമാറ്റം തുടർന്നാൽ തൊഴിലുടമ ഉത്തരവാദിയായിരിക്കുമെന്നും വിധിയിൽ പറഞ്ഞു. പരാതിക്കാരിയുടെ ആശങ്കകളിൽ നടപടിയെടുക്കുന്നതിനാൽ ക്ലിനിക്ക് പരാജയപ്പെട്ടത് ഗുരുതരമാണെന്ന് കേസ് പരിഗണിച്ച ജഡ്ജി റൊണാൾഡ് മക്കേ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മളിതൊന്നും കണ്ണുരുട്ടലും അല്ലെങ്കിൽ ഈ തുറച്ചു നോക്കലൊക്കെ തന്നെ ഒരു പ്രശ്നമാണോ എന്ന് പലർക്കും തോന്നുന്നു. പക്ഷെ പലരെയും ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോഴാണ് ഇവിടെ ലക്ഷങ്ങൾ വരുന്ന വില നഷ്ടപരിഹാരമായി നമ്മുടെ കേരളത്തിൽ കൂടി വരികയാണെങ്കിൽ മിക്കവാറും പല ഓഫീസുകളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. സഹപ്രവർത്തകരാണെങ്കിൽ പോലും പലരും സീനിയർ ആണെങ്കിൽ എന്നുള്ള ഇതുകൊണ്ട് കണ്ണുരുട്ടലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള അവഹേളനവും നേരിടുന്നവരും ഉണ്ടെങ്കിൽ അത് ശരിക്കും ഇതുപോലെ നിയമവിരുദ്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും. എന്തായാലും മറ്റു വാർത്തയിലേക്ക് കൂടെ പോവുകയാണ്. മലയാളികളായ പ്രവാസികൾക്കുൾപ്പെടെ ആശ്വാസകരമായ വിധിയുമായി അബുദാബി കോടതി. ജീവനക്കാരന് മുഴുവൻ അവധിക്കാല വേതനവും ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. മുൻ തൊഴിലുടമ ഒരു യുവതിക്ക് 4,34,884 ദിർഹം, അതായത് 1.5 കോടിയിലധികം രൂപ നൽകാൻ ഉത്തരവിട്ടുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് വരുന്നത്. ജോലിയുടെ മുഴുവൻ കാലയളവിലും പൂർണ്ണ അവധിക്കാല വേതനത്തിനുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 2018 ജനുവരി 4 മുതൽ 2024 ജൂൺ 30 വരെയാണ് ഹർജിക്കാരി സ്ഥാപനത്തിൽ ജോലി ചെയ്തത്. അടിസ്ഥാന ശമ്പളം 36,000 ദിർഹവും ലാഭവിഹിതം ഉൾപ്പെടെ ആകെ ശമ്പളം 60,000 ദിർഹവും ആയിരുന്നു. ജോലി അവസാനിപ്പിച്ചതിന് പിന്നാലെ നിരവധി ആവശ്യങ്ങളുമായി യുവതി കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. വേതന കുടിശ്ശിക എന്ന് പറയുന്നത് 72,000 ദിർഹവും അവധിക്കാല വേതനം എന്ന് പറയുന്നത് 2,47,464 ദിർഹവുമാണ്. നോട്ടീസ് വേതനം 60,000 ദിർഹം. സർവീസ് അവസാനിക്കുന്ന തീയതിക്കുള്ള ഗ്രാറ്റുവിറ്റി 1,80,000 ദിർഹം. കമ്മീഷൻ 1,10,000 ദിർഹത്തിൽ കൂടുതലുള്ള പ്രതിമാസ ലാഭത്തിന്റെ 25%. ഇതിൽ വേതന കുടിശ്ശിക, ജോലിയുടെ ഒരു കാലയളവിലെ അവധിക്കാല വേതനം, അതായത് 2 വർഷത്തെ പരിധി, സേവനം അവസാനിക്കുന്നതിന്റെ ഗ്രാറ്റുവിറ്റി എന്നിവ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ പൂർണ്ണ കമ്മീഷൻ, പൂർണ്ണ അവധിക്കാല വേതനം എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് ക്ലെയിമുകൾ നിരസിക്കപ്പെട്ടു. ഇതിനെതിരെ യുവതി അപ്പീൽ നൽകിയതിനെ തുടർന്ന് തൊഴിലുടമ നൽകേണ്ട തുക 3,79,400 ദിർഹമായി അപ്പീൽ കോടതി വർദ്ധിച്ചു. പിന്നാലെ യുവതി അബുദാബിയിലെ കാസേഷൻ കോടതിയെ സമീപിക്കുകയും ഉണ്ടായി. എന്നാൽ കമ്മീഷനുകളെ കുറിച്ചുള്ള വിദഗ്ധ റിപ്പോർട്ടുകൾ കൃത്യമാണ് എന്ന് വ്യക്തമാക്കിയ കോടതി യുവതിയുടെ അധിക ക്ലെയിമുകൾ നിരസിച്ചു. അതേസമയം അവധിക്കാല വേതനത്തിൽ ജോലിയുടെ അവസാന 2 വർഷത്തെ തുക മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നും മുഴുവൻ കാലയളവിലെയും അനുവദിച്ചിട്ടില്ല എന്നും കോടതി കണ്ടെത്തി. UAE നിയമപ്രകാരം ഒരു ജീവനക്കാരന് ഉപയോഗിക്കാത്ത അവധി ദിവസങ്ങൾക്ക് പണം ലഭിക്കാൻ അവകാശമുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. ഉപയോഗിക്കാത്ത അവധി ദിവസങ്ങൾ എടുക്കുന്നതിന് മുൻപ് തൊഴിലാളി ജോലി ഉപേക്ഷിച്ചാലും അവധിയുടെ ദൈർഘ്യം കണക്കിലെടുക്കാതെ തന്നെ ഉപയോഗിക്കാത്ത അവധി ദിവസങ്ങൾക്കുള്ള പണം ലഭിക്കാൻ ജീവനക്കാരന് അവകാശമുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. വേതന കുടിശ്ശിക, ഗ്രാറ്റുവിറ്റി എന്നിവ ഉൾപ്പെടെയുള്ള ഡിമാൻഡ്സുകളും ശരിവെച്ചാണ് 4,34,884 ദിർഹം നൽകാൻ കോടതി ഉത്തരവിട്ടത്. തീർച്ചയായിട്ടും ഇതൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. കഴിഞ്ഞ 2 വാർത്തയും തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വാർത്ത.
ഇതിൽ പറയുന്നത് ഇപ്പോൾ വേതനം അവധി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനു കൂടിയുള്ള കാശ് കൃത്യമായി നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. പരിഷ്കരിച്ച ടോൾ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ അബുദാബി നിവാസികളുടെ യാത്രയ്ക്ക് ചെലവേറും. വൈകിട്ട് 3 മുതൽ 5 വരെ ഉണ്ടായിരുന്ന ടോൾ 7 വരെയാക്കി. ഓരോ തവണ ടോൾ കടക്കുന്നതിനും പണം നൽകണം. നേരത്തെ ദിവസത്തിൽ എത്ര തവണ ടോൾ കടന്നാലും പരമാവധി 16 ദിർഹവും, മാസത്തിൽ ആദ്യ വണ്ടിക്ക് 200 ദിർഹവും, രണ്ടാമത്തെ വണ്ടിക്ക് 150 ദിർഹവും, മൂന്നാമത്തെ വണ്ടിക്ക് 100 ദിർഹവും ടോൾ നൽകിയാൽ മതിയെന്ന നിബന്ധനയും എടുത്തുകളഞ്ഞു. റോഡിലെ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കാരമെന്നാണ് സംയോജിത ഗതാഗത കേന്ദ്രത്തിന്റെ വിശദീകരണം. ഷേഖ് സായിദ് പാലം, ഷേഖ് ഖലീഫ ബിൻ സായിദ് പാലം, അൽ മക്ത പാലം, മുസഫ പാലം എന്നിവിടങ്ങളിൽ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തിരിച്ചു പോകാനും മൊത്തം 8 ദർബ് ടോൾ ഗേറ്റുകളാണ് ഉള്ളത്. ഇതേസമയം ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ, വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾ, മുതിർന്ന പൗരന്മാർ, വിരമിച്ച ജീവനക്കാർ എന്നിവർക്ക് ടോളില്ല. സ്വന്തം വാഹനത്തിൽ പോകുന്നവർക്ക് ടോൾ ഒഴിവാക്കി അബുദാബി നഗരത്തിലേക്ക് കടക്കാൻ സംവിധാനമൊന്നും തന്നെ ഇല്ല. വാഹനം പാർക്ക് ചെയ്ത് ബസ്സിൽ പോകേണ്ടി വരും. അത്രയും സമയം പാർക്കിംഗ് നിരക്ക് നൽകുന്നതിനേക്കാൾ ലാഭം ടോൾ കൊടുത്ത് പോകുന്നതാകാം എന്നാണ് യാത്രക്കാർ പറയുന്നത്. നഗരത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ താരതമ്യേന വാടക കുറഞ്ഞ ഉൾപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. സ്വന്തം വാഹനത്തിൽ ജോലിക്ക് പോയി തിരിച്ചു വരുന്നവർക്കും അത്യാവശ്യത്തിന് നഗരത്തിൽ പോകേണ്ടവർക്കും അധിക ചെലവ് നേരിടേണ്ടി വരും. ജീവിത ചെലവ് അനുദിനം വർദ്ധിക്കുന്നതിനിടെ അധിക ചെലവ് കുടുംബ ബജറ്റ് താളം തെറ്റിക്കുമെന്ന് പ്രവാസി കുടുംബങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചെലവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ശമ്പളം വർദ്ധിക്കാത്തതിനാൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണെന്ന് ഇടത്തരം കുടുംബങ്ങൾ പറയുന്നുമുണ്ട്. 4-5 വർഷമായി ശമ്പളം കൂട്ടാത്ത കമ്പനികളുണ്ട്. ഭക്ഷണം, വസ്ത്രം, വിനോദം തുടങ്ങിയ ചെലവുകളിൽ മിതവ്യയം പാലിക്കുക മാത്രമാണ് പോംവഴിയെന്നാണ് മലയാളികൾ പറയുന്നത്. സത്യത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് അവിടേക്ക് പോയത്. അപ്പോൾ അവിടെ ഇതിനെക്കാട്ടി വലിയൊരു കഷ്ടകാലം. മറ്റൊരു വാർത്ത അബുദാബിയിൽ നിന്ന് തന്നെയാണ്. അബുദാബിയിൽ ഇന്ന് കനത്ത മൂടൽ മഞ്ഞിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ UAE ഉടനീളം കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലമാണെങ്കിലും പുലർച്ചെ കനത്ത മൂടൽ മഞ്ഞും ഉച്ചയ്ക്ക് ഉയർന്ന താപനിലയും രാത്രിയിൽ മഴയുമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കണ്ടുവരുന്നത്. കൂടാതെ പുലർച്ചെ കനത്ത മൂടൽ മഞ്ഞ് കാരണം റോഡുകളിലൂടെ വാഹനം ഓടിക്കുന്നവർ ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു. മൂടൽ മഞ്ഞ് കാരണം UAEയിലെ ചില പ്രദേശങ്ങളിൽ യെല്ലോ, റെഡ് അലേർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അബുദാബിയിലെ ചില പ്രദേശങ്ങളിൽ രാവിലെ 8:30 വരെ കനത്ത മൂടൽമഞ്ഞാണ് രൂപപ്പെട്ടത്. മൂടൽമഞ്ഞ് കാരണം ദൃശ്യപരത കുറവായതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ കാണിക്കുന്ന വേഗത പരിധികൾ പാലിക്കണമെന്നും അബുദാബി പോലീസ് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് അതുകൊണ്ട് മാത്രമാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതേസമയം അക്യുവെന്തറിന്റെ റിപ്പോർട്ട് പ്രകാരം ദുബായിൽ നിലവിലെ താപനില 36.1 ഡിഗ്രി സെൽഷ്യസും അബുദാബിയിൽ ഇത് 32.8 ഡിഗ്രി സെൽഷ്യസുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ വിവിധ പ്രദേശങ്ങളിൽ താഴ്ന്ന മേഘങ്ങൾ രൂപപ്പെടുന്നതിനാൽ ഇന്ന് കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദുബായിലും അബുദാബിയിലും അക്യുവെതറിന്റെ റിപ്പോർട്ട് പ്രകാരം കനത്ത ചൂട് തുടരുകയാണ്. ഏറ്റവും ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൂടാതെ വരും ദിവസങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയുള്ളതായും അറിയിച്ചു. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായ താപനിലയിൽ ഇന്ന് ഇപ്പോൾ നേരിയ കുറവാണ് രേഖപ്പെടുത്തുന്നത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ ഏർപ്പെടുത്തിയത് വൻ വളർച്ച. കഴിഞ്ഞ മാസത്തിൽ മാത്രം 1490 കോടി റിയാൽ, അതായത് 390 കോടി ഡോളറാണ് ബാങ്കുകളും മണി എക്സ്ചേഞ്ചുകളും വഴി പ്രവാസികൾ സ്വന്തം നാട്ടിലേക്ക് അയച്ചത്. മുൻമാസത്തെ അപേക്ഷിച്ച് 15.4% വർധനവാണ് വിദേശത്തേക്ക് ഒഴുകിയ പണത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. തുടർച്ചയായി 17 മാസങ്ങളായി പ്രവാസികളുടെ റെമിറ്റൻസിൽ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് സൗദി അറേബ്യൻ സെൻട്രൽ ബാങ്കിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ജൂൺ മാസത്തിൽ 1380 കോടി റിയാലായിരുന്നു പ്രവാസി തൊഴിലാളികൾ നാട്ടിലേക്ക് അയച്ചത്. ഇതിൽ നിന്നും ഏകദേശം 110 കോടി റിയാലിന്റെ വർധനവാണ് ഈ മാസം ഉണ്ടായിരിക്കുന്നത്. 2024 ജൂലൈയിൽ ഇത് 1290 കോടി റിയാൽ മാത്രമായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സൗദി അറേബ്യയുടെ പ്രവാസി ജനസംഖ്യയിൽ ബംഗ്ലാദേശികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരിൽ തന്നെ ബഹുഭൂരിപക്ഷവും മലയാളികൾ. അതിനാൽ തന്നെ സൗദി അറേബ്യയിൽ നിന്നും വിദേശത്തേക്ക് ഒഴുകിയ പണത്തിന്റെ വലിയൊരു പങ്കും എത്തിയിരിക്കുന്നത് കേരളത്തിലേക്കാണ് എന്നതിൽ സംശയമൊന്നുമില്ല. ഈ വർഷം മാർച്ചിലാണ് പ്രവാസികളുടെ പണമയക്കലിൽ സർവകാല റെക്കോർഡ് സ്ഥാപിക്കപ്പെടുന്നത്. 1550 കോടി റിയാലായിരുന്നു അന്ന് പുറത്തേക്ക് ഒഴുകിയത്. ജൂലൈ മാസത്തിലെ റെമിറ്റൻസ് ഈ റെക്കോർഡിന് ഏതാണ്ട് തുല്യമായിരുന്നു. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ശരാശരി പ്രതിമാസ റെമിറ്റൻസ് 1410 കോടി റിയാലായിരുന്നു. ഇത് 2024 അപേക്ഷിച്ച് 10% വളർച്ച കാണിക്കുന്നുണ്ട്. നമ്മുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞതുകൊണ്ടാണ് പ്രവാസികൾക്ക് ഇങ്ങനെ ഒരുപാട് ലാഭമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം അയക്കുന്ന പണത്തിനേക്കാൾ വളരെ കൂടുതൽ പണം നാട്ടിൽ അവർക്ക് എത്തുന്നുണ്ട്.
ഇപ്പോൾ 100 രൂപ അയച്ചാൽ ഒരു പക്ഷേ ഇവിടെ 200 രൂപയായിട്ടായിരിക്കും കിട്ടുക എന്നുള്ളത്. 150 ഏകദേശ തുക എന്ന് പറയുന്നത്. താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് സൗദി അധികൃതർ ഒരാഴ്ചയ്ക്കുള്ളിൽ 20,319 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അറസ്റ്റിലായവരിൽ താമസ ചട്ടങ്ങൾ ലംഘിച്ചവർ 12,891 പേരും അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് 3,888 പേരും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് 3,540 പേരും ഉൾപ്പെടുന്നുണ്ട്. അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ചതിന് 22 പേർ പിടിയിലാകപ്പെട്ടിട്ടുണ്ട്. നിയമലംഘകരെ കൊണ്ടുപോകുന്നതിലും അതുപോലെ തന്നെ പാർപ്പിച്ചതിലും പങ്കാളികളായതിന് 16 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി അറേബ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ SPA റിപ്പോർട്ട് ചെയ്യുന്നു. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് ഗതാഗത സൗകര്യവും അതോടൊപ്പം താമസ സൗകര്യവും നൽകുന്നവർക്ക് പരമാവധി 15 വർഷം വരെ തടവും 1 മില്യൺ റിയാൽ വരെ പിഴയും വാഹനങ്ങളും സ്വത്തും കണ്ടുകെട്ടലും ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സംശയാസ്പദമായ നിയമലംഘനങ്ങൾ മക്ക, റിയാദ് മേഖലകളിൽ 911 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക് 999 അല്ലെങ്കിൽ 996 എന്ന നമ്പറിലും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നതിൽ കൂടുതലും പ്രവാസികളാണ് എന്നതാണ് ഖേദകരമായിട്ടുള്ള വാർത്ത. ഓണത്തിൻ്റെതായിട്ടുള്ള തിരക്കുകൾ എല്ലായിടത്തും വരുന്നുണ്ട്. പ്രവാസികൾക്ക് അതിൻ്റെ ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അതുപോലെ നാട്ടിലേക്ക് പണം അയക്കുന്നതുമായി സംബന്ധിച്ച വാർത്തകൾ വന്നിട്ടുണ്ട്. ഇനിയും നാളെയും ഇതുപോലത്തുള്ള കൂടുതൽ വാർത്തകളുമായി ഞങ്ങൾ വരാം. നമസ്കാരം.